കേൾക്കാത്തതില്ല എൻ്റെ പ്രിയരാം ഹബീബിൻ്റെ നാമം കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം കുത്തിത്തറക്കുന്ന വെയിൽ ചില്ലുമാറി മേഘം തണലായ നൂറിൻ പ്രയാണം കുത്തിത്തറക്കുന്ന വെയിൽ ചില്ലുമാറി മേഘം തണലായ നൂറിൻ പ്രയാണം പാദം സ്പർശിച്ച മണൽ തരികൾ പോലും പാദം സ്പർശിച്ച മണൽ തരികൾ പോലും സ്വർണ്ണ പ്രഭയാകും സ്നേഹ സഞ്ചാരം ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എൻ്റെ പ്രിയരാം ഹബീബിൻ്റെ നാമം കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം ഖന്തക്കിലന്ന് ഈ ഉമ്മത്തിൻ്റെ ആകമാനം വിശപ്പേന്തിനോറ് ഖന്തക്കിൽ അന്ന് ഈ ഉമ്മത്തിൻ്റെ ആകമാനം വിശപ്പേന്തിനോറ് രണ്ട് കല്ലിൽ ആ ഉദരം അമർന്ന് ത്യാഗരൂപം ഈ ലോകം അറിഞ്ഞ് തേരെ കുർബാൻ പ്യാരെ മുഹമ്മദ് गिर रहा हो मुझे भी संभालो नूर से नूर मिलने चला है मुस्तफा से खुदा के रहा है नूर से नूर मिलने चला है मुस्तफा से खुदा के रहा है ये मीराज की रात प्यारे ये मीराज की रात प्यारे अपने चीज़े से पर्दा हटा लो ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എൻ്റെ പ്രിയരാം ഹബീബ് ഒഴിഞ്ഞുള്ള നാദം രണ്ട് പിളർപ്പായി മാറുന്നു ചന്ദ്രൻ പൂർണ്ണചന്ദ്രന്റെ മുന്നിൽ വിനീതൻ രണ്ട് പിളർപ്പായി മാറുന്നു ചന്ദ്രൻ പൂർണ്ണചന്ദ്രന്റെ മുന്നിൽ വിനീതൻ അകരങ്ങൾ പ്രവഹിച്ച ജലമേ അകരങ്ങൾ പ്രവഹിച്ച ജലമേ സംസം തോൽക്കും അതിൻ മുന്നിൽ നിജമേ ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എൻ്റെ പ്രിയരാം ഹബീബിൻ്റെ നാമം കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം തേരെ കുർബാൻ പ്യാരെ മുഹമ്മദ് गिर रहा हो मुझे भी संभालो तेरे कुर्बान प्यारे मोहम्मद गिर रहा हो मुझे भी संभालो പ്പെട്ട ഒരു നിധിയായിരുന്നു ഫഅഹ്ബബ്തു അൻ ഉറഫ അങ്ങനെ എന്നെ അറിയപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫഖലഖ്തുൽ ഖൽഖ ഞാനൊരു അൽ ഖൽഖിനെ സൃഷ്ടിച്ചു
അല്ലാഹു തആല പറയുന്നുണ്ട്, നമ്മുടെ സൃഷ്ടാവായ റബ്ബ് ഒരു മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. അള്ളാഹുവിനെ അറിയപ്പെടാൻ അവൻ തന്നെ ആഗ്രഹിച്ചപ്പോ, ഇഷ്ടപ്പെട്ടപ്പോ അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് അൽ ഖൽഖാണ് ഹഖീഖത്തുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഖീഖത്തെ മുഹമ്മദിയ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ നൂറിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. എന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവ്വലു മാ ഖലഖല്ലാഹു നൂരി എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ നൂറിൽ നിന്നാണ് ലോകത്തുള്ള ബാക്കിയുള്ളത് മുഴുവനും പഠിച്ചത്. ആ നൂറിനെയാണ് അല്ലാഹു തആല ആദ്യം പഠിച്ചത്. ആ നൂറാനിയത്തില്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. ഈ കാണുന്ന ആകാശവും ഭൂമിയും എന്തെല്ലാം ഭംഗിയുള്ളത് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, അതെല്ലാം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാലിയത്തിന്റെ ഒരംശത്തിൽ നിന്ന് ഒരംശം മാത്രമാണ്. ഈ മജ്ലിസ് തന്നെ എന്തൊരു ഭംഗിയാണ്. ഈ മജ്ലിസിന് ഈ ഭംഗിയുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാലിയത്ത് എത്രയാണ്, അവിടുത്തെ കമാലിയത്ത് എത്രയാണ്. അത് ആസ്വദിക്കാൻ ആ ഇഷ്കിലായി വജ്ദിലായി ഉവൈസുൽ ഖർനി തങ്ങളെ പോലെ, ബിലാൽ ഇബ്നു റവാഹ് തങ്ങളെ പോലെ ഹബീബായ തങ്ങളെ ഇഷ്ക് വെക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് മഹാന്മാര് ഈ കാണുന്ന ഈ ലോകത്ത് അവർ പറഞ്ഞത്, ഇവിടെ ഒരൊറ്റ സൃഷ്ടാവും ഒരൊറ്റ സൃഷ്ടിയും മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ സൃഷ്ടിയായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിന്നെ എല്ലാം പഠിച്ചത് ആ ഹബീബായ നൂറിൽ നിന്നാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥമായി മഹബ്ബത്ത് വെക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.